മറ്റൊരു വാർത്ത അത് ഇന്നലെ മുതൽ തന്നെ വലിയ വിവാദമായ അമ്മയിലെ താരസംഘടനയായ അമ്മയ്ക്കുള്ളിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ പൊട്ടിത്തെറികളിൽ നമ്മുടെ സീനിയർ താരങ്ങൾ, മുതിർന്ന താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള താരങ്ങൾ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്ത മാസം 21-ന് ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ എല്ലാം ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് താരങ്ങൾ. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷമാണ് സംഘടനയിലുള്ളത്. നേതൃത്വം മാറണമെന്ന അഭിപ്രായത്തിലാണ് പലരും. അൻസിബയുടെ പരാതിയും ജനറൽ ബോഡിയിൽ കേൾക്കാമെന്ന നിലപാടിലാണ് നിലവിലെ എക്സിക്യൂട്ടീവ്. ഇതിനിടയിൽ കൂടുതൽ താരങ്ങൾ പരസ്യ പ്രതികരണവുമായി വരുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. ഡാനി പോൾ ചേർന്നു. ഡാനി, ഇതുവരെ അഭിപ്രായം പറഞ്ഞവരിൽ മലയാള സിനിമയിലെ നേരത്തെ തലപ്പത്തുണ്ടായിരുന്ന ആരുടെയും പേര് നമ്മൾ കേട്ടില്ല. വനിതാ താരങ്ങൾ തമ്മിലാണ് ഈ തർക്കവും ബഹളവും പരസ്പരമുള്ള വാക്പോരും ഒക്കെ നടക്കുന്നത്. അതൊരു വ്യത്യസ്ത തലവുമായിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മയുടെ നേതൃത്വം തന്നെ നാണക്കേടിലാക്കിയ ഒരു സംഗതിയായി ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇതിന് പ്രശ്നപരിഹാര ഫോർമുലയായി പറഞ്ഞു കേൾക്കുന്നത്? അങ്ങനെ ഒരു ഫോർമുല രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മുതിർന്ന താരങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കണോ? രഞ്ജിത്ത്, അമ്മയിലിപ്പോൾ ഒരു കലാപകാലം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം കൂട്ടയടി എന്നെല്ലാം തന്നെ പറയാം. ആ രീതിയിലേക്കെല്ലാം തന്നെ വന്നിരിക്കുന്നു. മുഴുനീള സംഘടനം ചിത്രം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അമ്മയിലെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്നും ഈ രീതിയിലുള്ള കുറ്റപ്പെടുത്തലും ഏറ്റുപറച്ചിലും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. കൂടുതലും വനിതാ താരങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് എടുത്ത് പറയേണ്ടതാണ്. ഏതായാലും മറ്റ് ടിനി ടോമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗം കോക്കസ് ചെയ്യപ്പെടുന്നു എന്നൊരു ആക്ഷേപമാണ് മറുവിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവരാകട്ടെ കുക്കു പരമേശ്വരൻ്റെയും നീനാക്കുറുപ്പിൻ്റെയും അൻസിബയുടെയും എല്ലാം ഒരു മറുഭാഗം എന്ന രീതിയിലേക്ക്, മറുചേരി എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പല ഭാഗങ്ങളിലും പലയിടങ്ങളിലായിട്ട് ഇത് അഭിപ്രായ പ്രകടനങ്ങളും പൊട്ടിത്തെറികളും എല്ലാം ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധേയമാകുന്നത് ഈ സീനിയർ താരങ്ങൾ, നേരത്തെ രഞ്ജിത്ത് വിശേഷിപ്പിച്ചത് ഈ പ്രീമിയർ ലെവലിലുള്ള ആരും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരഭിപ്രായവും പറയുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരത് പറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് താനും. ഏതായാലും ഇപ്പോഴുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അടുത്ത മാസം നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളാകാം. അതിനു മുൻപായിട്ട് അൻസിബയ്ക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കാനായിട്ട് അമ്മ എക്സിക്യൂട്ടീവ് തയ്യാറാകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് അമ്മയിൽ നിന്ന് അനൗദ്യോഗികമായി അറിയാനായിട്ട് സാധിക്കുന്നത്. അൻസിബയായിട്ട് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, അവർക്കത് അറിയില്ല എന്നുമാണ് പറയുന്നത്. ഏതായാലും ശക്തമായ ചേരിതിരിവിലേക്ക് അമ്മയുടെ പുതിയ ഭരണസമിതി എത്തിക്കഴിഞ്ഞു എന്നത് സുവ്യക്തമായ കാര്യമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് രണ്ടു കൂട്ടർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ ഒരു നേതൃമാറ്റം എന്ന രീതിയിലേക്ക് ഒരു ഭാഗത്ത് ഒരാവശ്യം ഉയരുന്നുണ്ട്. ശ്വേതാ മേനോൻ അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഭരണസമിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാത്രമാണ് പ്രശ്നങ്ങൾ അവർക്ക് പ്രതിനിധീകരിക്കുന്നത്. മുഴുവൻ പേരെയും അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഭരണസമിതി മാറണമെങ്കിൽ അത് ജനറൽ ബോഡി ചർച്ച ചെയ്യട്ടെ, ജനറൽ ബോഡി അന്തിമ തീരുമാനമെടുക്കുമേ, ആ രീതിയിലേക്ക് വരെ ചർച്ചകൾ എത്തിയിരുന്നു. അതായത് ഇനിയിപ്പോൾ സംബന്ധിയായ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് വാർഷിക ജനറൽ ബോഡിയാണ്. അതായത് കാത്തിരിക്കുന്നത് ഇനി ഒരു ഫൈനൽ, അതിൻ്റെ ഒരു ക്ലൈമാക്സ്, പൊട്ടിത്തെറി എന്നെല്ലാം പറയുന്നത് വാർഷിക ജനറൽ ബോഡി യോഗം തന്നെയായിരിക്കും. അതിനുള്ളിൽ എന്ത് സമാന്തര ചർച്ചകൾ നടത്താൻ ആർക്ക് കഴിയുമെന്നതാണ്, ആര് മുന്നിട്ടിറങ്ങുമെന്നതാണ്. ഇനിയിപ്പോൾ സീനിയർ താരങ്ങൾ തന്നെ ഇതിനു വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള സമവായ ശ്രമങ്ങൾ നടത്തുമോ എന്നതാണ് ഈ മാസത്തിനിടയിൽ നമുക്ക് കാണേണ്ടത്. രഞ്ജിത്ത്. ശരി, ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.